ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയിലെ മുതിർന്ന നേതാവിനെ തുർക്കി ഏജൻസി പിടികൂടിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിക്ക് അതിന് സമീപത്ത് നടത്തിയ രഹസ്യ ഓപ്പറേഷനിലാണ് ഇയാളെ പിടികൂടാനായത്. ഭീകര സംഘടനയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ മുഹമ്മദ് സോർണയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്തയാളെ തുർക്കി ഏജൻസിക്ക് അല്ലെങ്കിൽ തുർക്കിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നതും. പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയാകാം ഭീകരൻ അതിർത്തിയിലൂടെ തന്നെ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയതെന്നാണ് ചില വിലയിരുത്തലടക്കം പുറത്തുവരുന്നത്. കസ്റ്റഡിയിലെടുത്ത ആൾ ഇപ്പോൾ തുർക്കിയിൽ എത്തിക്കുകയും യഹിയ എന്ന പേരിലാണ് മുഹമ്മദ് സോറൻ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, തജാക്കിസ്ഥാൻ, അതുപോലെ തന്നെ മറ്റ് ഉസ്ബാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലായി തന്നെ പരന്നു കിടക്കുന്ന ബോസൻ പ്രവിശ്യയിലെ IS സംഘടനയുടെ നേതാവാണ് മുഹമ്മദ് സോറൻ. അതേപോലെ തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ചാവേർ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുടെ ഇതാണ് ചുമതലയായി പറയപ്പെടുന്നത്. തുർക്കിയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മേഖലയിലേക്ക് IS അംഗങ്ങളെ മാറ്റുന്നതിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുകയും പിന്നീട് പിടിയിലാവുകയും തുർക്കിയിലേക്ക് കൊണ്ടുവരികയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത അബു യാസിർ അൽ തുർക്കി എന്ന കോഡ് നാമത്തിലുള്ള ഓസ്കാർ അതുലുമായി തന്നെ ഇയാൾ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സമീപ വർഷങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലുമെല്ലാം നടന്ന ഭീകരാക്രമണങ്ങളിൽ ചിലതിന്റെ ഉത്തരവാദിത്തം ISK ഏറ്റെടുത്തിട്ടുണ്ട്. ഇവയിൽ പലതും സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. 2024 മാർച്ചിൽ മോസ്കോ കൺസോൾട്ട് ഹാളിൽ നടന്ന ISK ആക്രമണത്തിൽ 149 പേർ മരിക്കുകയും അതായത് കൊല്ലപ്പെടുകയും 609 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സമീപകാലത്ത് IS ശൃംഖലയിലെ പ്രത്യേകിച്ച് ബൊസാൻ സംഘടനയുമായി തന്നെ ബന്ധമുള്ളവർക്കെതിരെ തന്നെ തുർക്കി വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് പുലർത്തിയതും. അതേസമയം സമീപ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഈ ഒരു മാസങ്ങളടക്കം തന്നെ വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തികളിൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. 25 ഭീകരരെ വധിച്ചതായും തങ്ങളുടെ 5 സൈനികർ കൊല്ലപ്പെട്ടതായും പാക് സൈന്യം അറിയിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി തന്നെ ഇസ്താംബുളിൽ സാധാരണ ചർച്ച നടത്തുന്നുണ്ടോ എന്ന് അവർ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കാനായി സജീവമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ്. സമീപ ചർച്ചയിൽ തീരുമാനമെടുത്തിട്ടില്ല എങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വലിയ രീതിയിൽ ഭീഷണി മുഴക്കിയാണ് അക്കാലങ്ങളിൽ രംഗത്ത് വന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഭീകരർ തങ്ങളുടെ ഖുറാം, വടക്കൻ വസീഫിസ്ഥാൻ അതുപോലെ മറ്റ് ജില്ലകളിലേക്ക് നുഴഞ്ഞു കടക്കാൻ ശ്രമം നടത്തുന്നു എന്നതായിരുന്നു പാക് സൈന്യം പറയുന്നത്. സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് ഭീകരവാദം ഇല്ലാതാക്കുമെന്ന അഫ്ഗാൻ സർക്കാരിന്റെ വാദങ്ങളിൽ സംശയം ഉണർത്തു എന്നതാണ് നുഴഞ്ഞുകയറ്റമെന്നും പാക് സൈന്യം ഇവിടെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പാക് ആരോപണങ്ങളിൽ അഫ്ഗാനിലെ താലിബാൻ സർക്കാർ പ്രതികരിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയായി തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ISIA ഭീകരൻ ആ ഭീകര സംഘടനയുടെ തലവനായ വ്യക്തിയെ യഹിയ എന്ന വിളിപ്പേരുള്ള വ്യക്തിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.